ദാസനിലൂടെ സ്തോത്രം കർത്താവ് പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്നത് പോലെയാണ് എൻ്റെ ഹൃദയത്തിനകത്ത് കയറിക്കൊണ്ടിരുന്നത്. നിങ്ങൾ എത്ര പേര് അത് അനുഭവിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയാം, കർത്താവ് രണ്ട് തരത്തിലുള്ള അഭിഷേകത്തെ പകരുന്നതിനെ കുറിച്ചാണ് കർത്താവ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, കർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നതൊന്നും നേരത്തെ പ്രിപ്പേർഡ് ആയിട്ട് വന്നൊരു കാര്യമല്ല. ഇത് ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ഇരുന്നപ്പോൾ കർത്താവ് ഹൃദയത്തെ തോന്നിപ്പിച്ചൊരു കാര്യമാണ്. 23-ാം സങ്കീർത്തനത്തിന് 10-ാമത്തെ വാക്യത്തിനകത്ത് ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ എൻ്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്നു. രണ്ടാമത് പറയുന്നു, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. കർത്താവ് പറയാ, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, രണ്ട് പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ഇത് രണ്ടും സ്തോത്രം രണ്ട് അഭിഷേകത്തിന്റെ തലങ്ങളാണ്. കർത്താവ് പറഞ്ഞ വീഞ്ഞുകൊണ്ടുള്ള അഭിഷേകം, അതുപോലെ തന്നെ എണ്ണ കൊണ്ടുള്ള അഭിഷേകം, ഇത് രണ്ടിലും ഒരു പ്രത്യേകത ഉണ്ട്. അത് പ്രസംഗിക്കാൻ അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. കർത്താവ് പറയാ, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, രണ്ട് പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ഇത് രണ്ടും സ്തോത്രം രണ്ട് അഭിഷേകത്തിന്റെ തലങ്ങളാണ്. കർത്താവ് പറഞ്ഞ വീഞ്ഞുകൊണ്ടുള്ള അഭിഷേകം, അതുപോലെ തന്നെ എണ്ണ കൊണ്ടുള്ള അഭിഷേകം, ഇത് രണ്ടിലും ഒരു പ്രത്യേകത ഉണ്ട്. അത് പ്രസംഗിക്കാൻ വേണ്ടി അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, പകരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാം, നമ്മുടെ എല്ലാവരുടെ മേൽ എണ്ണ കൊണ്ടുള്ള അഭിഷേകം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നടന്നിട്ടുണ്ടാവും. ശ്രദ്ധിക്കുക, ദാവീദ് ഭയങ്കര റിജക്ഷനകത്ത് ജീവിച്ചൊരു മനുഷ്യന്, ഭയങ്കര റിജക്ഷൻ. തൻ്റെ വീട്ടിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെടുന്ന ഒരു അവസ്ഥ തനിക്കുണ്ടായിരുന്നു. പക്ഷേ ദാവീദ് ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എന്നാലും യഹോവ എന്നെ ചേർത്തുകൊണ്ടു. ഈ ഒരൊറ്റ റീസൺ കാരണം കൊണ്ടാണ് അവൻ്റെ മേൽ സകല അഭിഷേകം വന്നത്. അറിയാമോ, അവൻ്റെ റിജക്ഷൻ അനുഭവിച്ച് എൻ്റെ അപ്പനും അമ്മയെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ റിജക്ഷനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ തൊടാൻ പറ്റത്തില്ല. പക്ഷേ അവൻ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, എൻ്റെ യഹോവ എന്നെ ചേർത്തുകൊണ്ട്. ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു അഭിഷേകത്തിന് പകർച്ച കർത്താവ് പറയേ, നിങ്ങളുടെ മേൽ ഇതുവരെ ഒരു ഓയിൽ അനോയിന്റിങ് എന്ന് പറയുന്ന ഒരു പെർമനന്റ് അനോയിന്റിങ് ആണ്. ഹോളി സ്പിരിറ്റിനെ പ്രാപിക്കുന്ന ഒരു പെർമനന്റ് അനോയിന്റിങ് ആണ് ഓയിൽ അനോയിന്റിങ്. പക്ഷെ മറിച്ച് അവൻ വീഞ്ഞുകൊണ്ടുള്ള അഭിഷേകം അല്ലെങ്കിൽ വീഞ്ഞ് നിറയുക എന്ന് പറയുന്നത് ഡേ ബൈ ഡേ ലൈഫിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിനകത്ത് നമുക്ക് എപ്പോഴും നിറഞ്ഞിരിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് വീഞ്ഞിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും നമ്മൾ ഡ്രൈനസ് അനുഭവിക്കുന്നത് എണ്ണയില്ലാത്തത് കൊണ്ടല്ല, എണ്ണയുടെ അഭിഷേകം തലയിൽ വീഴാത്തത് കൊണ്ടല്ല. നമ്മൾ അനുഭവിക്കുന്ന പല ഡ്രൈനസിൻ്റെയും കാരണം നമുക്ക് കുടിക്കാൻ വീഞ്ഞില്ലാത്തതിൻ്റെ വിഷയമാണ്. കർത്താവ് എന്ന് പറയാം, ഒരു നിറവ് നിന്റെ മേൽ അയക്കാൻ പോവാ. ഒന്ന് എൻ്റെ കൂടെ ചേർന്ന് തലയിലൊന്ന് കൈവച്ച് പറഞ്ഞു, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പറഞ്ഞേ, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ. അന്ന് പറഞ്ഞ എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയാൻ പോവാന്ന് പറഞ്ഞു. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയാൻ പോവുകയാണ്, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയാൻ പോവുക എന്ന് പറഞ്ഞാട്ടെ. ഇന്ന് രാവിലെ കർത്താവ് പറയാ, ഈ മീറ്റിങ്ങിനകത്ത് ചിലത് ഇവിടെ നിന്ന് ഇനി പോകുമ്പോൾ വെറുതെ മടങ്ങി പോകത്തില്ല. ഇത് വെറുതെ നിങ്ങളെ ഇളക്കാൻ വേണ്ടി പറയല്ല. എനിക്ക് നല്ല ഉറപ്പ് കിട്ടി കർത്താവിന് ദാസൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഇത് കർത്താവ് ഒരു പുതിയ പകർച്ച, പുതിയ പകർച്ച. ഇതുവരെ എണ്ണ കൊണ്ട് ശിരസിന്മേൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടില്ലാത്തവരുടെ മേൽ ഒരു പുതിയ അഭിഷേകം പെർമനന്റ് ആയി നിലനിൽക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ വരാൻ പോവാ. ഇത് പ്രാപിച്ചാൽ അടുത്തൊരു തലത്തിലേക്ക് നീ കടക്കും. നിന്നിൽ നിന്ന് അനേകർ കുടിക്കും. ഒരു അഭിഷേകം നിന്റെ മേൽ വന്നു വീഴും. ഓ ജീവനേ സ്വന്തമേ അങ്ങേ മാറി ജീവനേ, ഓ ജീവനേ സ്വന്തമേ അങ്ങേ മാറി. ഓ റിബാകാ സന്തലറബാ, ഓ ജീവനേ സ്വന്തമേ അങ്ങേ മാറി. ഒരുമിച്ചൊന്ന് പാടിയാണ്, ജീവനേ ജീവനേ സ്വന്തമേ അങ്ങേ മാറി.
പ്രിയനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. അന്ത്യോക്യയിലെ ദൈവസഭയിൽ ഉണർവ് അവൻ പൊട്ടിപ്പുറപ്പെട്ടു എന്ന് അറിയുന്ന സമയത്ത് അവൻ യെരൂശലേമിലായിരുന്ന അവൻ അപ്പോസ്തലന്മാർ ബർന്നബാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അന്ത്യോക്യയിലേക്ക് അയച്ചു. അവൻ അവിടെ നടക്കുന്ന ഉണർവിനെ അവനൊന്ന് ചെന്ന് കണ്ട് മനസ്സിലാക്കി തിരിച്ചു വന്ന് റിപ്പോർട്ട് കൊടുക്കാൻ അവനെ വിട്ടത്. പക്ഷേ അവൻ കടന്നുപോയ ബർന്നബാസ് അന്ത്യോക്യയിൽ നടക്കുന്ന മൂവ്മെന്റിന്റെ ആ ആത്മപകർച്ചയുടെ ആ സ്വഭാവം മനസ്സിലാക്കിയ അവൻ ബർന്നബാസ് അവിടെ നിന്ന് നേരെ യെരൂശലേമിലേക്ക് പോകാതെ തർസോസിലേക്ക് പോയി. തർസോസിലേക്ക് പോയിട്ട് അവിടെ ഒരു വ്യക്തിയുണ്ട്. അവന്റെ പേര് ശൗൽ എന്നാണ്. അവനെ കണ്ടെത്തി അവനെ കൊണ്ടുവന്ന് ഈ അന്ത്യോക്യയിൽ ഇട്ട് കൊടുത്തു. ഇന്നിപ്പം രാവിലെ പ്രിൻസ് ഞാൻ പറഞ്ഞതുപോലെ അതിനോട്ട് കണക്ട് ചെയ്താൽ ഞാൻ പറയുന്നത് ഒരു മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ദൈവം ചിലതിനെ പൊക്കിയെടുത്ത് അവരിയ്ക്കുന്ന സ്ഥലത്തു നിന്ന് ചിലപ്പോൾ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ഈ ഉണർവിനെ നടുക്കിടും. എന്തിനാ കാരണം എന്നറിയാമോ? ഒരു കാലഘട്ടത്തിൽ ദൈവം സഭയ്ക്കകത്തു പകരുന്ന ചില പകർച്ചയുടെ സീസണകത്തൂടെ കയറി പോകാതെ ഒരു ശുശ്രൂഷകനും അവന് വിളിച്ച വിളിയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര വർഷം ഈ വിശ്വാസ ജീവിതം നയിച്ചവരാണെങ്കിലും ദൈവം ഒരു കാലഘട്ടത്തിൽ ഒരു ദേശത്തിൽ ഒരു ദൈവസഭയുടെ മേൽ പകരുന്ന ഒരു ആത്മപകർച്ചയ്ക്കകത്തൂടെ കടന്നു പോകാതെ വിളിച്ച വേലയിലേക്ക് ഒരു തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷെ കർത്താവ് പറയാ, അങ്ങനെ നമ്മൾ ആകിരിക്കുന്ന ഇടത്തു നിന്ന് നമ്മളെ പൊക്കിയെടുത്ത് ഒരു ഉണർവിനെ നടുക്കൊണ്ട് ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ സമയം തുടങ്ങാറായി. നിന്റെ സമയം തുടങ്ങാറായി. അടുത്തൊരു 3 വർഷം കഴിഞ്ഞപ്പോ ഈ ഉണർവിനകത്തു നിന്ന് ചലിച്ചുകൊണ്ടിരുന്ന ശൗലിനെയും ബർന്നബാസിനെയും വിളിച്ച വേലയിലേക്ക് അയച്ചുവിട്ടു. കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞൊരു ദൈവാലോചന കഴിഞ്ഞ വർഷം. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ കർത്താവിന്റെ ദാസൻ കാക്കനാട് ചർച്ചിൽ വന്ന് സഭയുടെ മുമ്പാകെ എടുത്തു നിർത്തി എന്നോട് പറഞ്ഞ ദൈവാലോചനയാണ്. അവിടുന്ന് ഈ ചിന്ത എൻ്റെ ഹൃദയത്തിൽ കയറിയത്. സ്തോത്രം. എപ്പോഴാണോ ഒരുത്തനെ പൊക്കിയെടുത്ത് ദൈവം ഒരു മൂവ്മെന്റിന്റെ നടുക്കൊണ്ട് ഇട്ട് കൊടുക്കുന്നത്, അതിന്റെ റീസൺ എന്താണെന്ന് അറിയാമോ? സ്തോത്രം. നമ്മുടെ മേൽ ഈ പറഞ്ഞ ഓയിലിന്റെ അനോയിന്റിങ് നമ്മുടെ മേൽ സ്തോത്രം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ തന്നെ ഉണ്ട്. പക്ഷേ നീ വീഞ്ഞിന്റെ നിറവില്ലാത്തവനായി പോയാൽ നിന്നിൽ നിന്ന് ആർക്കും കുടിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാം, പൗലോസ് വലിയ വെളിപ്പാടുകൾ 13 വർഷത്തോളം ഒരു സ്ഥലത്തിരുന്ന് പ്രാപിച്ചെങ്കിലും പക്ഷേ അവന്റെ അകത്ത് കിടക്കുന്ന സാധനം ചലിച്ചു തുടങ്ങണമെങ്കിൽ ഈ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന സാധനത്തിന്റെ തുടക്കം കയറണം. സഭ എന്ന് പറയുമ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ സ്തോത്രം. എന്താ പറയാ, പ്രസ്ഥാനത്തിന്റെ അകത്ത് ചലിക്കുന്ന സാധനമല്ല. പ്രസ്ഥാനത്തിന്റെ അകത്ത് ചലിക്കുന്ന സാധനം നീ പ്രാപിച്ചാൽ പിന്നെ നീ ചലിക്കത്തില്ല, നീ അവിടെ കിടക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷേ ദൈവസഭാ മൂവ്മെന്റ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. ഒരിക്കലും നമ്മൾ പറയും സ്തോത്രം BJP പാർട്ടി വന്നാൽ സഭയെ തടുത്തു വെക്കും, നടക്കത്തില്ല. BJP പാർട്ടിയുടെ അല്ല സഭയെ തടുക്കാനുള്ള താക്കോൽ കൊടുത്തേക്കുന്നത്. സ്തോത്രം. ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ സംഘടനകൾക്കോ ഈ ഇന്ത്യയിൽ ദൈവസഭയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയും, എല്ലാ കാലഘട്ടത്തിലും പീഡനം കൊണ്ടും തടസ്സങ്ങൾ നിർമ്മിച്ചും സഭയെ ഭീഷണി കൊണ്ടും തടുത്തു നിർത്താൻ ശ്രമിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ദൈവസഭയുടെ മൂവ്മെന്റ് ഇപ്പം പിറവത്ത് തടുത്താൽ കാക്കനാട് ചലിക്കും, കാക്കനാട് ചലിച്ചാൽ പിറവത്ത് ചലിക്കും. ഇങ്ങനെ ദൈവസഭയുടെ മൂവ്മെന്റ് നടന്നുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് കേറാൻ ദൈവത്താൽ കണ്ടിട്ടുള്ളവരെ കർത്താവ് കൊണ്ടുവന്നിട്ടു. ഞാൻ പറയാം, പിന്നെ പറന്ന് കയറി വരുന്നത് ഈ ദേശാന്തര ശക്തികൾക്ക് മുകളിൽ കൂടി കയറി പറക്കും. ഇന്ന് പകൽ ഞാൻ സഭയോട് പറയാം, ഇതിനകത്ത് നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ തടസ്സങ്ങളിൽ തട്ടി നിൽക്കാനല്ല ദൈവം നിന്നെ കൊണ്ടുവന്നത്, ഇതിന്റെ മുകളിൽ കൂടെ പറക്കുന്ന ഒരു സീസൺ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറയാം, നീ പ്രാപിച്ച് പൗലോസിനെ പോലെ വർഷങ്ങൾ ഇരുന്ന് അപ്പോസ്തലന്മാരാൽ പഠിച്ചിട്ടില്ല, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചോ. നീ പ്രാപിച്ചതെല്ലാം ദൈവസഭാ ചലനത്തിനകത്തൂടെ കയറി ഇറങ്ങാതെ നിന്നിൽ അത് പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പൗലോസിന്റെ ലേഖനങ്ങളും അപ്പോസ്തല പ്രവൃത്തി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അന്ത്യോക്യ സഭയിൽ വന്നിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശൗലിനെ കുറിച്ചാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം. ദമസ്കോസിന് മടിവാതിൽക്ക് വെച്ച് കിട്ടിയ ആ എൻകൗണ്ടറും അതൊക്കെ ദൈവം എഴുതിയിട്ട് പിന്നെ അടുത്ത ശൗലിന്റെ സീസൺസ് തുടങ്ങുന്നത് അന്ത്യോക്യയിൽ ഉണർവിൽ നിന്നാണ്. നിന്റെ ഹൈഡിങ് പീരീഡ് കഴിഞ്ഞു. ചിലരോട് കർത്താവ് പറയാം, നിന്നെ സഭയ്ക്കകത്തോ
ആമേൻ. കർത്താവ് നിന്നെ പണിത സീസൺ കഴിഞ്ഞു, ഇനി പകരുന്ന സീസണാണ്. ഹല്ലേലൂയ. ഒരു മൺപാത്രം ഉണ്ടാക്കുമ്പോൾ അതിനെ ഉപയോഗിക്കുന്ന സീസണുണ്ട്. അവൻ ആദ്യമേ കൊണ്ടുവന്ന ചെളിമണ്ണായിട്ട് കൂട്ടിയിട്ടേക്കുന്ന അവസ്ഥയിൽ തന്നെ എടുത്തിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവൻ അങ്ങനെ ഉപയോഗിച്ചാൽ നിന്റെ ചെളി മൊത്തം കുടിക്കുന്നവർ കുടിക്കും. പക്ഷെ നിന്റെ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ നിന്നിൽ പകരും. ഇതിനകത്ത് ചിലരോട് കർത്താവ് നിന്റെ പ്രോസസ്സിങ് ടൈം കഴിഞ്ഞു മോനെ, ഇനി പകർച്ചയുടെ സീസണാണ്. ഇത് മനസ്സിലാക്കുന്നവർക്ക് പിടികിട്ടും. ഇത് പിടികിട്ടുന്നവൻ്റെ മേലെ ഇത് പകരപ്പെടും. അവൻ ഇത് പിടികിട്ടുന്നവൻ ഇതിനകത്തു നിന്ന് ഇറങ്ങി പറക്കുന്നത് കാണാൻ പറ്റും. ഓ ഷാലബ റേറ്റെസേമെ നിയോ ടറാലബ ബാബാബ ഓ റാബ ഹംദല പ്രഭൗഷ സീതരഘടകർധന അർത്ഥ പ്രഭാഷ ലീപ്ര ഹാത്തേലേരി യാത്തോ സമന്താരിയ. ഞാൻ പറയാം, ഇനി സംഘടനാ ചിന്തകൾ കൊണ്ടുള്ള പറക്കലല്ല. കർത്താവിനോടൊരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാര്യം കർത്താവിന് ഇടപെട്ടത്. ആമേൻ. എഹെസ്കേൽ പ്രവചനം നമ്മളെല്ലാം പ്രസംഗിച്ച് ആമേൻ എന്താ പറയുക, പ്രസംഗിച്ച് തേച്ച് വെച്ചേക്കുന്ന ഒരു വാക്യ. ആമേൻ. എഹെസ്കേൽ പ്രവചനം 37 അധ്യായം. അവൻ ഏതൊരു ഫാസ്റ്റിംഗ് പ്രയർ എടുത്താലും അതിനകത്ത് ഒരു ദൈവദാസൻ ഉറപ്പായിട്ടും 37 അധ്യായത്തിൽ നിന്ന് ചിതറിക്കിടക്കുന്ന അസ്ഥിയും അവൻ സൈന്യമൊക്കെ പ്രസംഗിച്ചിരിക്കും. മസ്റ്റാണത്. അവനത് ട്രഡീഷണലി മസ്റ്റാണ്, അങ്ങനെ സംഭവിച്ചേ പറ്റൂ. ആമേൻ. സ്തോത്രം. പക്ഷേ കർത്താവ് ദിവസങ്ങൾ എന്നോട് പറഞ്ഞൊരു കാര്യം, അവൻ ഈ കാലഘട്ടത്തിൽ ദൈവം ചിലരെ തിരഞ്ഞെടുത്തിട്ട് ഈ താഴ്വരയിൽ കൂടെ നടത്തുക. ആമേൻ. അവർ ദൈവസഭകളുടെ കുറവുകളെ കാണും. മനസ്സിലാവുന്നുണ്ടോ? ദൈവസഭയുടെ ബെനിഫിറ്റ്സ് അല്ല അവർ കാണുന്നത്. അവർ കാണുന്നത് ദൈവസഭകളുടെ പരാജയം കാണും, ദൈവസഭയുടെ മരണം കാണും, ദൈവസഭ എവിടെയൊക്കെ ജീർണിച്ച് കിടക്കുന്നത് കാണും. ഇത് കാണുന്നത് ദൈവസഭയെ പരിഹസിക്കാൻ വേണ്ടിയല്ല. കർത്താവ് പറയാ, നീ പ്രവചിക്കണം. എന്തിനാണെന്നറിയാമോ? ഒരു വലിയ കാറ്റ് എവിടെയോ കാത്തിരിക്കുകയാണ്. പക്ഷെ ചെതറിക്കിടക്കുന്ന അസ്ഥികളുടെ മേൽ അടിക്കാനല്ല ഈ കാറ്റ് കാത്തിരിക്കുന്നത്. ഈ കാറ്റ് കാത്തിരിക്കുന്നത് അവൻ സ്തോത്രം അവൻ ഒരു ശരീരമായി മാറിയ, ഒരു ബോഡിയായി മാറിയ അവസ്ഥയിലേക്ക് മാത്രമേ ഈ കാറ്റിനിറങ്ങി വരത്തുള്ളൂ. ഞാൻ പറയാം, ചെതറിക്കിടക്കുന്ന കൂട്ടം അവൻ സ്തോത്രം ഇൻഡിവിജ്വലായ ഒരു റിവൈവല് കേരളത്തിലോ ഇന്ത്യയിലോ ദേശത്തിന് നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും പിടികിട്ടുന്ന കുറച്ച് പേരെങ്കിലും ഇതിനകത്ത് കാണും. അവരോട് ഞാൻ പറയാം, ഇൻഡിവിജ്വലായ ഒരു റിവൈവൽ അല്ല ഇനി വരാൻ പോകുന്നേ. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഞങ്ങൾ പെന്തക്കോസ്റ്റ് ചർച്ചസിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരല്ല. പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന അവൻ ഈ ഉണർവ് കഴിഞ്ഞ 100 വർഷം ചലിച്ചു. പക്ഷെ കർത്താവിന് ഇനി ആവശ്യം പെന്തക്കോസ്റ്റിൽ അവൻ ആ ഉണർവ് ചലിച്ചതിൻ്റെ അവസാനത്തെ ഫൈനൽ പ്രോഡക്റ്റായി മാറിയത് കുറെ ഭിന്നതയാണ്. നിങ്ങൾക്കറിയാമോ? അവൻ സ്തോത്രം അവൻ ആ ഉണർവിനെ ദൈവം 100 വർഷം മുമ്പ് പകർന്ന ഉണർവിനെ അടുത്തൊരു തലമുറയ്ക്ക് കൈമാറി കൊടുക്കാൻ ഒരു അംശം പോലും ഇല്ലാതെ ഭിന്നതയായി മാറി. ശ്രദ്ധിക്കുക, ദൈവസഭയ്ക്കകത്ത് അവൻ ഇൻഡിപെൻഡന്റ് ചർച്ചിന്റെ അകത്ത് എത്ര അവൻ ഇൻഡിപെൻഡൻസി. ഞാൻ ചോദിക്കട്ടെ, ദൈവസഭ ഇൻഡിപെൻഡന്റ് ആണോ? ദൈവസഭ ഇൻഡിപെൻഡന്റ് ആണോ? നമ്മളെല്ലാം മൂവ്മെന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. നമ്മൾ അവൻ ഒരു ഹെഡിങ് വെച്ച് ഒരു പേര് വെച്ച് നമ്മൾ നിൽക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഫാക്ടർ അല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭിന്നിച്ചു കിടക്കുന്ന അവൻ സ്തോത്രം നാട്ടുരാജ്യങ്ങളല്ല. സ്തോത്രം അനേക നാട്ടുരാജ്യങ്ങൾ ചേർന്ന് അവൻ സ്തോത്രം ഒരു രാജ്യമായി മാറിയതുമല്ല ദൈവരാജ്യം. ദൈവരാജ്യത്തിന് ഒരൊറ്റ ഡെഫിനിഷനേ ഉള്ളൂ. ഇതൊരൊറ്റ മരമാണ്, ഇതൊരൊറ്റ ശരീരമാണ്, ഇതൊരൊറ്റ അപ്പമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ ഇത് പകരം ഞാൻ നിങ്ങളോട് പറയാം, ഈ ശരീരം ഒന്നായി മാറ്റാൻ ഈ കാലഘട്ടത്തിൽ ചിലതിനെ കർത്താവ് വിളിച്ചോണ്ട് വരിക. ദൈവത്തിന്റെ ആവശ്യം, കർത്താവിന്റെ ആവശ്യം ചെതറിക്കിടക്കുന്നതിനെ കോർത്തടക്കുന്നതിരിക്കാൻ ഹൃദയമുള്ളവരെയാണ്. വിഭജനത്തിന്റെ മതിലുകൾ പൊളിച്ചിട്ട് ഒരൊറ്റ ശരീരം എന്ന് പറഞ്ഞു നിൽക്കാൻ ഈ കാലഘട്ടത്തിൽ വെളിപ്പെടാൻ പോകുന്നത് അങ്ങനെ ഒരു തലമുറയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വരാൻ പോകുന്ന തലമുറകൾ, നമ്മുടെ മുമ്പിലുള്ള ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന നെക്സ്റ്റ് ജനറേഷൻ, അവർ ഫേസ് ചെയ്യാൻ പോകുന്ന വേൾഡ് 10 വർഷം മുമ്പ് നിങ്ങൾ കണ്ട ലോകമല്ല, നിങ്ങൾ കണ്ട ലോകമല്ല, നമ്മൾ കണ്ട ലോകമല്ല. അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ലോകം ഒരു ഇൻഡിപെൻഡൻസിയുടെ ലോകമാണ്. മനസ്സിലാവുന്നുണ്ടോ? ബൈബിൾ പറയുന്നു ഭാര്യയും ഭർത്താവും ഒന്നാണ്, ഒരു ശരീരമാണ്. പക്ഷെ പുതിയ സയൻസ് പറയുന്നു, അല്ലെങ്കിൽ പുതിയ കാലഘട്ടം പറയുന്നു, അവർ രണ്ടുപേരും ഇൻഡിവിജ്വലാണ്. മനസ്സുണ്ടെങ്കിൽ ഒരുമിച്ച് നിന്നാൽ മതി. വിപരീതമാണ്, ഓപ്പോസിഷനാണ് നേരിടാൻ പോകുന്നത്.
പക്ഷെ ഇതിനെ ഫേസ് ചെയ്ത് പോകാൻ നിങ്ങൾ എന്താണ് തലമുറകൾക്ക് കൊടുത്തത്? ചിന്തിച്ചു നോക്കുക. പഴയകാല ദൈവസഭ അല്ലെങ്കിൽ അവരിപ്പോൾ നിലനിൽക്കുന്ന പെന്റിക്കോസ്റ്റൽ ചർച്ചസ് വരും കാലത്തെ ഫേസ് ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് എന്താണ് കൊടുത്തത്? ഞാൻ പറയാം, അവൻ ദൈവസഭയ്ക്കകത്തുനിന്ന് തലമുറകൾ അവൻ ദൈവരാജ്യ കാഴ്ചപ്പാടിൽ അഭിഷേകത്തിൽ പണിയപ്പെട്ട് പുറത്തു വന്നില്ലെങ്കിൽ അവൻ അടുത്ത കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ഒരു തലമുറയില്ല. ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ നാളിൽ കഴിഞ്ഞ ലാസ്റ്റ് മീറ്റിംഗിൽ അവൻ ആൻസൺ പാസ്റ്റർ വെറുതെ പറഞ്ഞു വിട്ടൊരു കാര്യം. അവർ കഴിഞ്ഞ 1 മാസമായിട്ട് എൻ്റെ തലയ്ക്കകത്ത് കിടന്നു ആത്മാവിനിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞായിരുന്നു, അവൻ കാനാവിലെ വീഞ്ഞിൻ്റെ രഹസ്യം. ഒരപ്പൻ തനിക്കൊരു പെൺമകളുണ്ടെങ്കിൽ അവൻ തൻ്റെ ഓരോ വർഷത്തെയും വിളവിൽ നിന്ന് അവൻ തൻ്റെ മകൾക്ക് വേണ്ടി വീഞ്ഞിൻ്റെ ഒരു അംശം മാറ്റിവെക്കും, വീഞ്ഞ് സൂക്ഷിച്ചു വെക്കും. ഞാനിതിങ്ങനെ ധ്യാനിച്ചു. ഇന്ന് പകൽ വിടുന്നപ്പോൾ വീണ്ടും ദൈവം അത് കണക്ട് ചെയ്തു. ഞാൻ ഇതിനെപ്പറ്റി ഒത്തിരി ചിന്തിച്ചു, പക്ഷേ ആരോടും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഇരുന്നപ്പോൾ കർത്താവിൻ്റെ ദാസൻ സംസാരിച്ചപ്പോൾ കർത്താവ് വീണ്ടും എൻ്റെ ഹൃദയത്തിൽ കൂടെ പറഞ്ഞു ആ വീഞ്ഞിൻ്റെ രഹസ്യം. ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവൾക്ക് അവനൊരു പ്രായമായി അറിയിച്ചു തുടങ്ങുന്ന സമയം തൊട്ട് ഒരു പിതാവിന് അവളുടെ വിവാഹത്തെക്കുറിച്ചൊരു കൺസേൺ വരും. ആ കൺസേൺ വരുമ്പം ഓരോ വർഷത്തെയും വിളവിൻ്റെ ഓരോ ഭരണി അവളുടെ വീട്ടിൽ കാണും. എൻ്റെ ചിന്തയാ അവൾ വളർന്നു വരുന്ന ഓരോ സമയത്തും ഈ വീഞ്ഞിൻ്റെ ബോട്ടിൽ കാണുമ്പോൾ അവളുടെ മനസ്സിൽ വരുന്ന ചിന്ത എനിക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഇത് കൃത്യമായി അവൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു വ്യക്തിയെ ഏൽപ്പിക്കുമ്പം ഈ വീഞ്ഞും കൈമാറും. ആ വീഞ്ഞാണ് അവിടെ വരുന്ന സകല വിരുന്നുകാർക്കും, അവിടെ വരുന്ന സകല നാട്ടുകാർക്കും, സകല ബന്ധുക്കൾക്കും ഈ വീഞ്ഞിൻ്റെ അളവും ഈ വീഞ്ഞിൻ്റെ വീര്യവുമാണ് അവളെ ഇത്രയും നാൾ എങ്ങനെ വളർത്തി, എങ്ങനെ ഇവിടെ വരെ എത്തിച്ചു എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കുക, ആ വിരുന്നുവാഴി ഇത് രുചിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നീ ഏറ്റവും നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വായിച്ചേ. യെസ് യെസ് മതി. ഇവിടെ വായിക്കുന്ന എങ്ങനെ? ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുല്ലോ എന്ന് പറഞ്ഞു. ഏറ്റവും ആദ്യം അവളുടെ വളരെ യങ് ഏജിൽ അപ്പൻ ആദ്യമായി സൂക്ഷിച്ചു വെച്ച വൈനായിരിക്കും ഏറ്റവും ആദ്യം പന്തിയിൽ വിളമ്പുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനിങ്ങനെ വരുംതോറും ഓരോ വർഷത്തെ പഴക്കം ഓരോ ജാറിനും കുറഞ്ഞു വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കിട്ടും. ആമേൻ, സ്തോത്രം. ഈ കുടിച്ച് വരുമ്പോൾ അങ്ങോട്ട് ആദ്യത്തേത് കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നവൻ അവസാനത്തത് അതിന് വലിയ ലഹരിയില്ല. പക്ഷേ അതിൻ്റെ ലഹരി ഇല്ലായ്മ ആദ്യം കുടിച്ചതിൻ്റെ ലഹരി നിമിത്തം ഇവൻ അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം നല്ല വീഞ്ഞു കൊടുക്കും, അത് കുടിച്ച് ലഹരി പിടിച്ചിരിക്കുമ്പോൾ എളുപ്പമായത് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? നീ കൊടുക്കുന്ന അഭിഷേകത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. ഈ സഭയിൽ തലമുറയ്ക്ക് നമ്മൾ ഈ കാലഘട്ടത്തിൽ ദൈവസഭയിലെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അവരുടെ ഏറ്റവും പീക്ക് ടൈമിങ്ങിൽ അവർക്ക് വേണ്ടി സംഭരിച്ചതിനെ എടുത്ത് വിളമ്പുമ്പം നീ നഷ്ടപ്പെട്ടവനായിട്ട് നിൽക്കരുത്. സഭകളോടുള്ളത് ദൈവത്തിന്റെ ദൂതിത. ആമേൻ. നിനക്ക് തന്ന തലമുറയ്ക്ക് വേണ്ടി അടുത്ത ജനറേഷനിൽ കൈമാറാൻ നിന്നെ ഏൽപ്പിച്ചതിനകത്തൊന്ന് നീ എന്താ മാറ്റി വെച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയും, ഇന്നത്തെ തലമുറകളുടെ വിഷയങ്ങളുമായി നാളെ ദൈവസഭയ്ക്കകത്ത് വരുമ്പം നീ സൊല്യൂഷൻ ഇല്ലാതെ വട്ടം കറങ്ങി നിൽക്കല്ലെന്നാ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ പറയും, ഞാൻ ഏറ്റവും അധികം വളരെ യങ്ങായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൂടുതൽ ഫ്രണ്ട്ഷിപ്പും ഉള്ള ആളാണ്. എനിക്കറിയാം ഇപ്പോൾ അവർ നമ്മുടെ അടുത്ത് വരുന്ന സ്ട്രെസ് പോലും താങ്ങാൻ പല ദൈവദാസന്മാർക്ക് കഴിയത്തില്ല. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ അവൻ ഭൂലോക പാപിയാന്ന് വിധിച്ച് അവനെ തള്ളാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ കാലഘട്ടത്തിൽ അവൻ ഫേസ് ചെയ്യുന്ന ലോകത്തിൻ്റെ ശക്തി എത്രമാത്രമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ്റെ മേൽ ഇട്ടുകൊടുക്കാൻ ഞാൻ മനസ്സിലാക്കിയ ഒരൊറ്റ കാര്യമുള്ളൂ. അറിവോ മറ്റൊന്നിനും സാധിക്കത്തില്ല. അഭിഷേകത്തിനും യേശുമായിട്ടുള്ള അനുഭവത്തിനും മാത്രമേ പറ്റത്തുള്ളൂ.
വീഞ്ഞെന്ന് പറയുന്ന ഒരു അനുഭവം. അതാണ് യേശു പറഞ്ഞ വീഞ്ഞിന്റെ അനുഭവം. ആമേൻ. വീഞ്ഞൊരു അനുഭവമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? വീഞ്ഞൊരു അനുഭവമാണ്. വീഞ്ഞു തരുന്നത് ഒരു അനുഭവമാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. എന്ന് പറഞ്ഞാൽ അഭിഷേകം നിനക്ക് ചില എക്സ്പീരിയൻസ് തരും, നിന്റെ ഡെയിലി ലൈഫിനകത്തൊരു എക്സ്പീരിയൻസ്. ഹല്ലേലൂയ. ആ എക്സ്പീരിയൻസ് ആണ് നിന്റെ മനുഷ്യരുടെ എല്ലാ കുറവുകളെയും മറയ്ക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. റെയിൽ ബഹാസിയ. ഈ കാലഘട്ടത്തിൽ അടുത്ത ജനറേഷന് മേൽ പകരാനുള്ളൊരു അഭിഷേകത്തിന് പ്രാപിക്കണം. നമ്മളെപ്പോഴും നമുക്ക് വേണ്ടിയുള്ളതിനെ ചോദിച്ചതും നിർത്തുക. നിന്റെ ശിരസിന്മേൽ നിലനിൽക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേലുണ്ട്. പക്ഷെ കർത്താവ് പറയും, അനേകർക്ക് കുടിക്കാൻ പാകത്തിന് നിന്റെ മേൽ ഒരു ദൈവിക അഭിഷേകത്തിന്റെ നിറവിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ പോവാ. ചിലർക്കൊന്നും ഇത് കേട്ടിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അവനൊരു സെൻസ് പോലും ഉണ്ടാവുന്നില്ല. ദാറ്റ് മീൻസ് ആമേൻ. അതാ ഞാൻ പറഞ്ഞേ, എല്ലാവർക്കും ഇത് പിടികിട്ടത്തില്ല. കാരണം നാം ജീവിക്കുന്ന ഇന്നത്തെ കുറിച്ച് മാത്രമാണ് നമ്മുടെ ജീവിത ശൈലിയെങ്കിൽ നടക്കത്തില്ല, മുമ്പോട്ട് പോകത്തില്ല ഈ വണ്ടി. ഹല്ലേലൂയ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. ഒരുമിച്ചൊന്ന് പറയണവേ. എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരി. ചേർന്ന് പാടിയാട്ടെ. റേറ്റൽ മെസ്സറ്റോറിയാലാതെ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ. ഓ ജീവനേ ജീവനേ സ്വന്തമേ അങ്ങേ മാ. We love you, Father. Oh, rialaba shatarala manase. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുഞ്ഞ. ഓ ആരാധന. We worship you, Jesus. Oh, Nalbate. ആരാധന. ആരാധന. ഓ ആരാധന. ഓ അങ്ങേക്ക് ആരാധന. ഓ എൻ ജീവനേ എൻ ജീവനേ ഓ ആരാധന ആരാധന. We love you, Papa. We love you, Papa. We love you, Papa. Oh, riba sempre torialaba. Oh, ആരാധന. റിതരിയത്തെ ആരാധന. Oh, ശാഖലാരമസേ ആരാധന. ഓ ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ ജീവനേ സ്വന്തമേ. ജീവനേ സ്വന്തമേ
അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവില്ല ആർക്കുമേ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാവിൽ ഓ ശലരവ സന്ദര ഓ നേസമേ പാസമേ ഉന്തൻ മാർവിൽ സായ്തിരുപ്പേ. ഓ ആരാധന ആരാധന ആരാധന. ഓ റബസേരിയ തോരല ബാബാ. ഓ ആരാധന ആരാധന ശകല റബസന്ദരേ യേശുവേ എൻ ജീവനെ കാണും വലിയനായി. ഓ എൻ ജീവനെ കാണും ഈ വീഞ്ഞ് നിന്നെ മത്തുപിടിപ്പിച്ച് കർത്താവുമായിട്ട് ചേർത്ത് നടത്തും. ദൈവസന്നിധിയിൽ അഭിഷേകത്തിന്റെ മത്ത് പിടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ ഞാൻ പറയും കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം തുടങ്ങും. എന്ന് പറഞ്ഞാൽ എപ്പോഴും കർത്താവിനെ അനുഭവിക്കുന്ന അവൻ ഭയങ്കര സന്തോഷം തരും. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഞാൻ പറഞ്ഞില്ല, ഈ ശിരസിന്മേൽ എണ്ണയുടെ അഭിഷേകം വീണാൽ പിന്നെ അടുത്തൊരു തലമുണ്ട്. അതാണ് ഈ വീഞ്ഞിന്റെ അനുഭവം. ഇതെപ്പോഴും തുടങ്ങുന്നതെന്ന് അറിയാമോ? യേശു സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവുന്നത് പോലെ അവന്റെ മേൽ ഇറങ്ങി സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതിനെയാണ് എണ്ണയുടെ അഭിഷേകത്തെ കാണിക്കുന്നത്. ഇത് പുത്രത്വത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് തലമേൽ ഈ എണ്ണയുടെ അഭിഷേകം ശിരസിന്മേൽ കിടക്കുമ്പോൾ നിന്റെ പുത്രത്വത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ അടുത്തൊരു മൊമെന്റ് ഉണ്ട്. നീ അടുത്ത വീഞ്ഞിന്റെ അനുഭവത്തിലേക്ക് കയറി പോകണമെങ്കിൽ, അല്ലെങ്കിൽ നിറവിന്റെ അനുഭവത്തിലേക്ക് നീ പോകണമെങ്കിൽ, ഇതിന് നടുക്കൊരു പോഷനുണ്ട്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. പരീക്ഷിച്ചത് മുഴുവൻ നീ ദൈവപുത്രനാണോ, നീ ദൈവപുത്രനാണോ, നീ ദൈവപുത്രനാണോ, നീ ദൈവപുത്രനാണോ, നിന്റെ പുത്രത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. നീ ഇതിനെ അതിജീവിച്ചാൽ, വൺസ് നീ ഇതിനെ അതിജീവിച്ചാൽ പിന്നെ നിന്റെ മേൽ നിറവിന്റെ സീസൺ തുടങ്ങും. കാരണം യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ആമേൻ സ്തോത്രം. യോർദാനിലേക്ക് മനസ്സിലാവുന്നുണ്ടോ? യേശു ഒരു ആത്മനിറവ് അവനെ കൊണ്ടുപോയി. പക്ഷേ ആത്മാവിന്റെ ശക്തിയോടെ, ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ആത്മാവിന്റെ ശക്തിയോടെ. ഓ ഞാൻ പറയും, നിന്റെ മേൽ ശിരസിൽ എണ്ണയുടെ അഭിഷേകം നിന്റെ മേൽ വീഴും. അത് നിന്റെ മേൽ പകർന്നു കഴിഞ്ഞാൽ അടുത്ത നിനക്ക് ഒരു വലിയ പരീക്ഷയുണ്ട്. ഈ പരീക്ഷണ ഘട്ടത്തിലാണ് നിന്റെ മേൽ വീഞ്ഞിന്റെ നിറവിന്റെ അനുഭവം വെളിപ്പെടുന്നത്. അത് വൺസ് അത് നിന്റെ മേൽ വന്നു തുടങ്ങിയാൽ പിന്നെ നിനക്ക് അതിനെ തടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, പഴകിപ്പോകും. വീഞ്ഞിന്റെ അനുഭവം പഴകിപ്പോകും. വീഞ്ഞ് പഴകത്തില്ല. വീഞ്ഞിരിക്കുന്നവർ വീര്യം കൊടുത്തുള്ളൂ. പക്ഷേ തുരുത്തി പഴകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണ്. ഹല്ലേലൂയ. ഇപ്പൊ കർത്താവിന്റെ വലിയൊരു പ്രശ്നം, കർത്താവ് ഫേസ് ചെയ്യുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, പുതുവീഞ്ഞ് റെഡിയാ, പക്ഷെ പകരാൻ ഒറ്റ പുതിയ പാത്രമില്ല. ഹല്ലേലൂയ. യേശു നോക്കിയപ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ ഇതുവരെ സ്തോത്രം വീഞ്ഞിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലാത്തൊരു പാത്രം, അങ്ങനെ പറയുന്നത് നല്ലത്. കാല് കഴുകി കാണും, മറ്റു പലതും ചെയ്ത് കാണും, പക്ഷേ വീഞ്ഞിന് വേണ്ടി എന്ത് ചെയ്തിട്ടില്ല. വീഞ്ഞുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇതൊരു പുതിയ പാത്രമാണ്. ഞാൻ പറയാം, നിന്നെ ഇതിനകത്തിരിക്കുന്ന പലരോട് കർത്താവ് ഇന്ന് ദൂത് പറയാം. സ്തോത്രം നിന്റെ ഇതുവരെയുള്ള ഉപയോഗം വെച്ച് നോക്കിയാൽ സ്തോത്രം വീഞ്ഞ്, പക്ഷേ ഇതല്ല. പക്ഷെ കർത്താവ് പറയാ, വീഞ്ഞ് സംബന്ധമായി നോക്കിയാൽ നീ ഒരു പുതിയ പാത്രമാണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കർത്താവിനോട് സ്തോത്രം ചെയ്ത് ഇത് പ്രാപിച്ചു.
ഇത് പ്രാപിച്ചു. ഇത് വെറുതെ പറഞ്ഞു വിടുകയല്ല. ഇവിടെ ഇതിൻ്റെ മേൽ അവൻ വ്യാപരിപ്പാനുള്ള അഭിഷേകം ഇവിടെ നിൽപ്പുണ്ട്. യേശു താൻ പറഞ്ഞു തുടങ്ങിയത് പിതാവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷീകരിച്ചെന്ന് പറഞ്ഞു. ഇത് ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയാണ്. ആത്മാവിൽ പറയുന്നതിനെ പ്രൂവ് ചെയ്യുന്ന ഒരു ആത്മശക്തി, അവൻ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുന്നതിനെ പ്രൂവ് ചെയ്യുന്ന ഒരു ദൈവിക ശക്തി വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വിശ്വസിക്കുന്നവരുടെ മേൽ, ആമേൻ 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 ആമേൻ, ഉൾക്കണ്ട് പ്രകാശിക്കുന്നവരുടെ മേൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം വെളിപ്പെട്ട് വരും. ഞാൻ പറയാം ആമേൻ, സ്തോത്രം. വീഞ്ഞുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ആമേൻ, ഈ പാത്രത്തിന് വെള്ളവുമായിട്ട് സുപരിചിതമായ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ആമേൻ, സ്തോത്രം. പുറത്തിരിക്കുക, എല്ലാ ദിവസവും നിറച്ചു വയ്ക്കുക. കാരണം ഗസ്റ്റ് വരുമ്പോൾ കാല് കഴുകിയിട്ട് കയറി വരുന്നൊരു കൾച്ചറുണ്ട്. അപ്പോൾ ആ കൾച്ചറിന് ഞാൻ പറയാം, പല സംസ്കാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നാൾ ജീവിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? പെന്തക്കോസ്റ്റൽ കൾച്ചർ, പെന്തക്കോസ്റ്റ് ഇപ്പോൾ ഒരു കൾച്ചറായി മാറി. പെന്തക്കോസ്റ്റ് ഒരു അനുഭവമാണ്. ആക്ച്വലി പെന്തക്കോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്ന ഒരു അനുഭവത്തിൻ്റെ ജീവിതമാണ്. പക്ഷെ നമുക്കത് പെന്തക്കോസ്റ്റൽ കൾച്ചറായി മാറി, പെന്തക്കോസ്റ്റ് റിലീജിയനായി മാറി. ഇനി നമ്മൾ പെന്തക്കോസ്റ്റിൽ നിന്ന് വിടുവിക്കപ്പെട്ട്, പെന്തക്കോസ്റ്റിൽ നിന്ന് മാനസാന്തരപ്പെട്ട്, പെന്തക്കോസ്റ്റിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരേണ്ട അവസ്ഥയായി. പറഞ്ഞ് മനസ്സിലാവുന്നുള്ളൂ? ഞാനിത് വളരെ ദുഃഖത്തോടെ, ഞാനൊരു പാസ്റ്റർ മോനാണ്, എനിക്കിത് ധൈര്യത്തോടെ പറയാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഇപ്പൊ പെന്തക്കോസ്റ്റിന്റെ അകത്തുനിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട് വരേണ്ട അവസ്ഥയായി. നമ്മുടെ തലമുറകൾക്ക് അവർക്ക് ദൈവത്തെ അനുഭവിക്കാൻ ഇപ്പൊ പെന്തക്കോസ്റ്റ് വിടേണ്ട അവസ്ഥയായി. കാരണം എന്താണെന്നറിയാമോ? ഒരു ജനറേഷനെ കഴിഞ്ഞ 100 വർഷം മുമ്പ് അവൻ ഉണ്ടായിരുന്ന വളരെ പദ്ധതിക്ക് അവൻ കണ്ടീഷനിൽ നിന്ന് ഒരു തലമുറയെ സെലക്ട് ചെയ്ത് അവരുടെ മേൽ അവൻ ദൈവിക അഭിഷേകത്തെ പകർന്ന് കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, കേരളത്തിൽ നിന്ന് എത്ര മിഷണറിമാർ കഴിഞ്ഞ 100 വർഷത്തിനിടയ്ക്ക് ഇന്ത്യയുടെ പല ഭാഗത്തേക്കും പോയി. ഇതൊക്കെ പെന്തക്കോസ്റ്റ് നിമിത്തം ഉണ്ടായത്. ഇതൊരു അനുഭവമായിരുന്നു. ഇത് കൾച്ചറാക്കി മാറ്റിയപ്പം, ഇതൊരു മതമാക്കി മാറ്റിയപ്പം പരിശുദ്ധാത്മാവ് ഔട്ടായി. ഹല്ലേലൂയ. കർത്താവ് പറയാം, സംസ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന പാത്രമാണ് നീ. പക്ഷേ കർത്താവ് ഇന്നും നിന്നെ ഒരു പുതിയ കാര്യത്തിന് വേണ്ടി എടുത്ത് മാറ്റാൻ പോവാ. ഞാൻ ഈ ദൂതിനെ കനത്തി പറയത്തില്ല, വേണ്ടവും പിടിച്ചാൽ മതി. ആമേൻ, സ്തോത്രം. അവൻ ഈ പാത്രത്തെ ഒന്ന് അകത്ത് കൊണ്ടുവരാൻ യേശു പറയുന്ന സമയമായത്. യെസ്, അവൻ ഒരുപക്ഷെ അവൻ ആ വെള്ളം കോരി നിറച്ചവരെ ഈ കല്ലും പൊക്കിക്കൊണ്ട് വരുന്ന കണ്ടിരുന്നെങ്കിൽ, ഈ കൽപാത്രവും കൊണ്ട് വരുന്നത് കണ്ടിരുന്നെങ്കിൽ മറ്റു പലരും കണ്ടു പരിഹസിക്കാൻ ഇടയുണ്ടായിരുന്നു. എടാ, എന്തോ കാണിക്കുന്നത്? വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണോ കാലി എഴുതുന്ന പാത്രം എടുത്തുകൊണ്ട് പെരക്കിയതുകൊണ്ട്? പക്ഷെ കർത്താവ് പറയാടാ മോനെ, അവൻ ഇതൊരു എക്സ്ചേഞ്ചാ. അകത്തിരിക്കുന്ന വീഞ്ഞു പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പുറത്തു പോകാൻ പോവാ. അവൻ അതിനി ഉപയോഗിക്കത്തില്ല. കാരണം അത് പഴയ തുരുത്തിയാണല്ലോ. ഇത്രയും നാൾ വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചത്, പക്ഷെ സൂക്ഷിച്ചു വെച്ച വീഞ്ഞ് എന്തിനു പറ്റിയില്ല? ആ മനുഷ്യത്വം ഞാൻ പറയും, ഇതുവരെ സഭ സൂക്ഷിച്ചു വെച്ച വീഞ്ഞുണ്ടല്ലോ, ഇനി ഓടത്തില്ല. ഈ സാധനം ഇനി ഓടത്തില്ല. ഹല്ലേലൂയ. കർത്താവ് പറയാ, അവൻ ഇത് പകരാൻ വേണ്ടി ചില പാത്രങ്ങളെ കർത്താവ് സഭയ്ക്കകത്ത് കൊണ്ടുവരും. ഞാനൊരു കാര്യം പറയാം, ഈ കാറ്റ് എവിടുന്നാ വന്നേ? ഈ കാറ്റ് എപ്പോഴാണ് നിഹിതന്മാരുടെ മേൽ വീശിയേ? ഇതെപ്പോഴാണ് ആ മനുഷ്യത്വം ഒന്നായി തീർന്നതെന്നൊന്നും പുറത്ത് സംസ്കാരത്തിനകത്ത് കിടക്കുന്നവൻ അറിയത്തില്ല കേട്ടോ. ഞാൻ പറയും, കൾച്ചറൽ ബോണ്ടേജിൻ്റെ അകത്ത് കിടക്കുന്നവൻ കാണത്തില്ല. പക്ഷേ ആ മനുഷ്യസ്തോത്രം ദൈവത്തിൻ്റെ ചലനം നടന്നിട്ട് ഇതൊരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് ജനം അറിയാൻ പോകുന്നത്, ദൈവം എവിടെയോ നമ്മൾ അറിയാതെ എന്തൊക്കെയോ ചെയ്തല്ലോ. ഞാൻ പറയും, ഒത്തിരി പേര് ഇതിനെ നോക്കി പരിഹസിക്കുന്നുണ്ട്. പല ദൈവദാസന്മാരും കാലഘട്ടത്തിൻ്റെ ദൈവസഭയുടെ ഭാരവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പം അവർക്കെതിരെ അവൻ പുറം ലോകമോ BJP-കാരനോ RSS-കാരനോ ഒന്നും അല്ല അമ്പ ചെയ്യുന്നത്. ആരമ്പ ചെയ്യുന്നതെന്ന് അറിയാമോ? ദൈവം കാലഘട്ടത്തിൽ അഭിഷേകത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന് ആ മനുഷ്യസ്തോത്രം അവൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ഭാരം വിളിച്ചു പറയുമ്പം അവൻ ഇത് പുസ്തകത്തിലില്ലല്ലോ, ഇത് അവൻ ചട്ടക്കൂടിനകത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ആരാ കല്ലെറിയുന്നേ? സുവിശേഷ വിരോധിയാണ് കല്ലെറിയുന്നത്. സുവിശേഷ വിരോധികളെ കൊണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ സുവിശേഷ വിരോധികളല്ല, സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ വിരോധികളാ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവൻ ഇത് ശകാരത്തിന്റെ ദൂത് പറയുന്നതല്ല. ദൈവസഭയ്ക്കകത്ത് നിന്ന് അവൻ ഒരു അഭിഷക്തനോ ഒരു അഭിഷക്തയോ ഒരു ദൈവമനുഷ്യനെ എഴുന്നേറ്റ് കാലഘട്ടത്തിൽ അവൻ കർത്താവിന്റെ ദേശത്തോടോ സഭയോടും പറയാനുള്ളത് ഒരുത്തൻ പറഞ്ഞു തുടങ്ങിയാൽ അവനെതിരെ എറിയാൻ കല്ലെടുക്കുന്നത് അവൻ സുവിശേഷ വിരോധിയല്ല. പൗലോസൊക്കെ അത് നേരിട്ടിട്ടുണ്ട്. സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് സഭയെ അവനൊരു പ്യൂറായിട്ടുള്ള ഒരു സ്പേസിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ അതിന് വിരുദ്ധമായിട്ട് കൾച്ചർ വെച്ച് സംസാരിച്ചവന്മാരെ ആര് ഫേസ് ചെയ്തിട്ടുണ്ട്? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? യഹൂദ കൾച്ചർ, ജൂയിഷ് കൾച്ചറിനെ വെച്ചുകൊണ്ട് സഭയുടെ മൂവ്മെന്റിനെതിരെ സംസാരിച്ചവരെ അവൻ പൗലോസ് ഫേസ് ചെയ്തിട്ടുണ്ട്.
ക്രിസ്തുവിനെ വിട്ട് അവൻ മറ്റു പലതിലേക്ക് പോകുന്നവരെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ ജനറേഷനിൽ ഞാനൊരു കാര്യം പറയാം, ഒറ്റ കൺസേൺ, നെക്സ്റ്റ് ജനറേഷനെ കർത്താവിന് കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? ഞാൻ പറയാം, ഈ കക്കാട് നമ്മുടെ ഈ പ്രയർ ടവറിനകത്തൂടെ കയറി ഇറങ്ങി പോകുന്ന തലമുറകളൊക്കെ അവൻ പിശാചിന്റെ കയ്യിൽ പെടാത്ത അവൻ ദൈവത്തിന്റെ ആയുധങ്ങളായിരിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി, അല്ല വിശ്വസിക്കണ്ട. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം, അവൻ മറ്റൊരിടത്തും പറയാത്ത ചിലതിനെ പറയാൻ ദൈവം ഇവിടുന്ന് ഒരു ചലനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു കാര്യമുണ്ട്. ഞാൻ പറയും, ദൈവരാജ്യത്തിന്റെ എക്സ്പീരിയൻസ്, അനുഭവം, വീഞ്ഞിന്റെ അനുഭവം, അഭിഷേകത്തിന്റെ അനുഭവം, നിയമങ്ങൾക്കകത്തൂടെ ഇത് ചലിക്കുന്നില്ല. ഇതിനൊരു പ്രശ്നമുണ്ട്. ഇത് നിയമത്തിന്റെ വലകൾക്കകത്തൂടെ ചലിക്കുന്ന ഒരു സാധനമല്ല ഇത് പറയുമ്പോൾ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. കാരണം ഇതിനെ പ്രാപിക്കണമെങ്കിൽ നീ ആത്മാവിന്റെ തലത്തിലൂടെ കയറേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് അഭിഷക്തന്മാര് 21, 41 ഇരുന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നത്? വിളിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഹൃദയം, ഞാൻ ഇന്ന് പകലിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തെ സ്തുതിച്ചു. കർത്താവേ, അവൻ സ്തോത്രം, അവൻ എവിടെയോ കിടന്ന് എന്നെ ഈ ദൈവദാസന്മാരുടെ കൂടെ കയറ്റി നിർത്തിയല്ലോ. അവൻ എനിക്ക് ബോണസാ. കാരണം അവൻ ഇവർ പ്രാപിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാനും അത് എന്നിലും അത് തുടങ്ങിയല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷമാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ആ ബോധ്യം ഇല്ലെങ്കിൽ ഞാനിത് പകലിൽ പറയാം, മോനെ, നീ കയറി പിടിച്ച കൊമ്പ് വെറും കൊമ്പല്ല, ഇത് പുളികൊമ്പാ. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കുന്നവരോട്, മനസ്സിലാക്കിയിട്ടില്ലാത്തവരോട് ഞാൻ പറയാം, അവൻ സ്തോത്രം, നീ വ്യത്യസ്തമായ ജനത കേൾക്കുന്നതൊന്നും ചിന്തിക്കണ്ട. നീ പിടിച്ചിരിക്കുന്ന ഒരു ചെറിയ സംഭവത്തെ അല്ല. ഹല്ലേലൂയ. എന്നാ അവൻ തിമോഥെയോസിന്റെ വചനത്തിൽ പറഞ്ഞതുപോലെ അവൻ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കണം. ഹല്ലേലൂയ. വിശ്വസ്ത മനുഷ്യരെ മാത്രമേ ഭരമേൽപ്പിക്കത്തുള്ളൂ. അലസന്മാരെ ദഹിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം പൗലോസിനും നല്ല ബോധ്യമുണ്ട്, തിമോഥെയോസിന്റെ മേൽ പകർന്നു കൊടുത്തത് ഒരു ചെറിയ സംഭവമല്ല. മനസ്സിലാവുന്നുണ്ടോ? തിമോഥെയോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ സംഭവമല്ല. എനിക്ക് ഇതിനു മുമ്പ് ഒരിക്കലും ലുസ്ത്രയിൽ വെച്ച് അവനെ പിടിച്ച സംബന്ധം ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഹൃദയത്തിൽ കത്തിട്ടില്ല. പക്ഷേ ഇന്നത് കേട്ടപ്പോൾ തുള്ളിച്ചാടണം എന്ന് എനിക്ക് തോന്നിപ്പോ. എന്റെ റീസൺ എന്താണെന്നറിയാമോ? നമ്മളൊക്കെ എവിടെയോ കിടന്നതാ. ഒരു രാത്രി ഞാൻ മധ്യലഹരിയിൽ ഒരു കൺവെൻഷന്റെ മുമ്പിൽ പോയി നിന്നപ്പം, എടാ മോനെ, എൻ്റെ കൂടെ പോരടാന്ന് പറഞ്ഞൊരു വിളിയാണ് ഞാനിവിടെ നിൽക്കാൻ കാരണം. മനസ്സിലാവുന്നുണ്ടോ? അന്നത്തെ കെട്ടിറങ്ങിയപ്പോൾ രാവിലെ അത് മറന്നു പോയിരുന്നെങ്കിലും പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു അഭിഷക്തന്റെ വിളിയാണ് ഇന്നിവിടെ നിന്ന് ഈ ഘോരം പറയാനുള്ള റീസൺ. ഞാൻ അവിടെ നിന്ന് ഒത്തിരി കർത്താവിനെ സ്തുതിച്ചു. വെറുതെ അല്ല, ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആയ ദേവദാസന്മാരെയൊക്കെ നമ്മൾ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. IPCയിലേക്ക് വലിയ പാസ്റ്റേഴ്സിനെയൊക്കെ കൂടെ നടന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ല കർത്താവ് ആഗ്രഹിച്ചത്. അവൻ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് എരിയുന്ന ഹൃദയമുള്ള കുറച്ച് പേരെ തന്നു. പ്രിൻസ് അച്ചാനെ പോലെ, വിജയ് പാസ്റ്റർ പോലെ, റോണി പാസ്റ്റർ പോലെ. തന്നതിൻ്റെ റീസൺ വേറൊന്നുമില്ല. എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ അവരെക്കാളൊക്കെ പ്രായത്തിൽ ഒത്തിരി താഴെയാണ്. പക്ഷെ എന്തുകൊണ്ട് ദൈവം അവരിലൂടെ എന്നെ പണിയെന്ന് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ട് അറിയാം. അടുത്ത തലമുറയുടെ ഹൃദയം വഹിക്കുന്ന കുറച്ചപ്പന്മാരേ ഉള്ളൂ. ഉള്ളത് പറയാലോ. കുറച്ചപ്പന്മാരേ ഉള്ളൂ. ഏത് ചർച്ച വേണം നിങ്ങൾ നോക്കിക്കോ. ലൈവ് പോസ്റ്റർ മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഫ്ലൈയിങ് മോഡിൽ നിൽക്കുന്ന ചർച്ചസിൻ്റെ അകത്ത് പോയി വെറുതെ നിങ്ങൾ സമയം കളയണ്ട. ഞാനിത് പറയുന്നത് നമ്മുടെ വെരി ക്ലോസ്ഡ് സർക്കിൾ ആയതുകൊണ്ട് മാത്രം പറയാം. സമയം കളയല്ലേ. അടുത്ത തലമുറയ്ക്ക് വേണ്ടി എരിയുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ അവിടെ ആളില്ലെങ്കിലും ലൈവില്ലെങ്കിലും നീ അവിടെ പോയി നിന്നോണം. പറഞ്ഞ് മനസ്സിലാവുന്നുള്ളൂ? ഇല്ലെങ്കിൽ നീ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു സാധനമായിട്ട് മാറും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഷെൽഫിലിരിക്കുന്ന പോലെ കാണാൻ നല്ല രസമാണ്, ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഇന്ന് പകൽ എനിക്കറിയത്തില്ല, ഇതൊന്നും പ്ലാൻഡ് അല്ല. പക്ഷെ കർത്താവ് നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിനെ ഒരു ദൂത് വിളിച്ചു പറയാം. സ്തോത്രം. ഈ അഭിഷേകത്തിന്റെ 2 അനുഭവങ്ങൾക്കകത്തോടെ ദൈവം കയറ്റിവിടാൻ പോവാം. പക്ഷേ ഇത് ചില നുഖത്തെ തകർക്കും. ഒരാളുടെ പുഷ്ടി എവിടെയോ ഒരു വാചകം ഞാൻ ഇന്ന് ഇരുന്നപ്പോൾ ഓർമ്മ വന്നു, പക്ഷേ ആ റെഫറൻസ് എനിക്കറിയത്തില്ല. പൗലോസ് തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളോട് പറയുന്നുണ്ട്, നിന്റെ അജീർണം നിമിത്തം നീ അല്പം തിമോഥെയോസ് വീഞ്ഞ്. ഞാൻ പറയാം, അതിനെ എടുത്തിട്ട് നാളെ പോയി നിങ്ങൾ വെള്ളം അടിച്ചിട്ട് എന്നെ കുറ്റം പറയില്ല. പക്ഷെ അതല്ല ഞാൻ അതിൻ്റെ ഉദ്ദേശിച്ചേ. എൻ്റെ അടുത്ത് കർത്താവ് വീഞ്ഞ് ചില അജീർണതകളെ മാറ്റും. ആമേൻ. ഇത് ഫിസിക്കലി അല്ലെങ്കിൽ ഇത് സ്തോത്രം, ഇതറിയാവുന്ന പൗലോസ് അവനോട് പറയാം, നീ എന്ത് ചെയ്യണ്ട, അല്പം വീഞ്ഞ് എന്ന് വെച്ചാൽ നീ ഇച്ചിരി അടിച്ചിട്ട് നടന്നോളാനല്ല അതിൻ്റെ അർത്ഥം.
ഒറ്റ കാര്യം എടുത്തോ, നിന്റെ അജീർണത. എടാ, ആത്മാവിന്റെ അഭിഷേകത്തിന്റെ വീഞ്ഞ് നിന്റെ കപ്പിനകത്ത് നിറയുന്നില്ല, നീ അജീർണത പിടിച്ച് കിടക്കുന്നവനാന്നർത്ഥം. ഞാൻ പറയാ, അഭിഷേകം ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവരിൽ ശക്തമായ ദൈവിക അഭിഷേകത്തിന്റെ മാൻഡിലൊക്കെ ഉണ്ട്, പക്ഷേ ഇവരെവിടെ ഉപയോഗിക്കപ്പെടുത്തുമില്ല. സഭയിൽ തന്നെ ഇരുന്നാലും ഇവരൊന്ന് എഴുന്നേറ്റ്, മീൻസ് 10 വർഷമായാലും ആ അവസ്ഥയ്ക്കകത്തൊന്നും അവർക്കൊരു മാറ്റം കാണത്തില്ല. ഇവരെക്കുറിച്ച് എപ്പോഴും ഓർത്ത് ഇവരെ നടത്തുന്ന ദൈവിക അഭിഷക്തന്മാർക്ക് ഭയങ്കര ദുഃഖമായിരിക്കും. അവരെപ്പോഴും ഇവൻ ഇത്ര നാളായിട്ട് ഇവനൊരു ചലനം കാണുന്നില്ലല്ലോ. അജീർണതയാണ്, ചലിക്കാൻ എന്ത് ചെയ്തില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പകല് കർത്താവ് പറയാം, അഭിഷേകത്തിന്റെ വീഞ്ഞ് നിന്നെ മത്ത് പിടിപ്പിച്ചാൽ ആ മനുഷ്യർ നീതിൻ്റെ അകത്തൊന്ന് ചാടി പുറത്ത് വരാൻ തുടങ്ങും. ഈ വീഞ്ഞിനാലുള്ള മത്ത് പിടിക്കാത്തവൻ എല്ലാ കാലത്തും സഭയ്ക്കത്തൊരു ഭാരമാണ് എന്ന് പറഞ്ഞാൽ, അഭിഷേകത്തിൻ്റെ മനുഷ്യസ്തോത്ര ചൂട് പിടിക്കാത്തവനുണ്ടല്ലോ, അഭിഷേകത്തിൽ തീ കത്തി തുടങ്ങാത്തവൻ എന്നും സഭയ്ക്കൊരു ഭാരമായിരിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ സഭയ്ക്കകത്ത് വന്നിട്ട് അഭിഷേകത്തിന്റെ ചൂട് പിടിക്കാത്തവരായി മനുഷ്യസ്തോത്രം അവൻ എപ്പോഴും മരപ്പാവകളെ പോലെ ഇരിക്കുന്നവരാണെങ്കിൽ നിന്നെ അന്നത്തെ ദിവസം കണ്ടാൽ തന്നെ ദൈവദാസന്റെ കാറ്റ് പോകും. അറിയാമോ? ഞാൻ നിങ്ങളെ ആരെയും അവഹേളിക്കാൻ വേണ്ടി പറയല്ല, ഞാനിത് പറയുന്നത് നിന്റെ അകത്ത് ഇന്നു മുതൽ ഒരു തീ കത്തി തുടങ്ങണം. നിന്നെ കണ്ട അഭിഷേകത്തിന് ഇവിടുന്ന് കത്തണം. അഭിഷേകത്തിന് ചിലപ്പോൾ നടുവേനയൊക്കെ ആയിട്ട് ഭാരപ്പെട്ടായിരിക്കും കയറി നിൽക്കുന്നത്. നിന്റെ ആരാധന കാണുമ്പം പകരണം അങ്ങോട്ട്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇത് സംഭവിക്കും. സീരിയസ് ആയിട്ട് പറഞ്ഞത്. നമ്മൾ ചില സമയത്ത് ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പം ചില ആൾക്കാരുടെ നോട്ടമൊക്കെ കണ്ട നമ്മൾ ഇവിടുന്ന് ചൂളി നശിച്ച് പോവും. നമുക്ക് അതുവരെയുള്ള ദൂതൊക്കെ പോവും. നമ്മൾ ആ വ്യക്തിയെ നോക്കാതെ നിൽക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഇത് വെറുതെ പറഞ്ഞല്ല. നിന്റെ അജീർണത സഭയ്ക്കകത്ത് എന്ത് ചെയ്യരുത്. ഇത് ഞാൻ പറയുമ്പോൾ ഇതൊന്നും പ്രിപ്പേർഡ് സ്പീച്ച് അല്ല ഞാൻ പറയുന്നത്. ആത്മാവിൽ പറയാം, പരിശുദ്ധാത്മാവ് ഒരു പുതിയതിന് വേണ്ടിയിട്ട് ചിലതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, കർത്താവിന്റെ ദാസൻ നമ്മൾ ശുശ്രൂഷിക്കാനുണ്ട്. നമ്മളൊന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പറയണം, അപ്പാ ഒരു പുതിയ പാത്രമായി മാറിയിട്ട് യേശുവേ ഒന്ന് കർത്താവിനോട് പറഞ്ഞ കരങ്ങളൊക്കെ അടിച്ച് മോശ ഒരു ലിമിറ്റേഷനെ പൊട്ടിച്ച് ഹോരേബിലെത്തിയപ്പോഴാണ് അവൻ്റെ മുമ്പിൽ ഒരു തീ കാണാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. കർത്താവ് ചിലരോട് നീ കഷ്ടപ്പെട്ടൊന്ന് ഹോരേബ് വരെ എത്തിയാൽ മതി. നീ ഇവിടെ വരെ എത്തിയില്ലേ? നീ ഹോരേബിലേക്ക് നീ ഒന്ന് കയറിയില്ലേ? ഇന്ന് നീ ഒരു ഹോരേബിൽ കയറിയില്ലേ? ഇനി നിന്റെ മുമ്പിൽ കത്തുന്ന തീ എന്തെന്ന് കാണാൻ ഒന്ന് ചെന്ന് തലപൊക്കി നോക്ക്. നീ ഒന്ന് തലപൊക്കി നോക്ക്. ഇതെന്നാന്നൊന്ന് കാണാൻ വേണ്ടി ഒന്ന് നോക്ക്. നീ എന്തിനാ ഹോരേബിൽ വന്നത്? നിന്റെ പെർസ്പെക്റ്റീവിൽ ഇതുവരെ മരുഭൂമിയിൽ കൂടെ ചുറ്റി നടന്നു. ഇന്ന് ആദ്യമായി നീ മരുഭൂമി കടന്ന് ഹോരേബിലെത്തി. പക്ഷെ കർത്താവേ, ഹോരേബിലെത്തിയാ പോരാ, നീ തീയെ ഒന്ന് നോക്കണം. നീ ഹോരേബ് വരെ വന്നത് വെറുതെയല്ല. നീ തീ കണ്ടിട്ട് പോകാൻ വന്നതല്ല, തീ കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നവനല്ല. ഓ ശാലബാരാലാബാനാ ധേരേ ഓ റാബാസിയാ ധരാലബ